Hello, today's topic is about PARA, that is Public Sector Asset Rehabilitation Agency. It's one of the most important topics in banking awareness and also it's related to financial awareness in India. So, here I'm trying to provide some basic information regarding this particular topic and hope it will be useful in the general awareness section as well as subject oriented awareness segments in different competitive exams like PSC, SSC, or UPSC, etc. Okay, Public Sector Asset Rehabilitation Agency. It's an abbreviation for PARA. It's also known as BAD Bank. So, എന്താണ് ഈ PARA or Public Sector Asset Rehabilitation Agency? What's its role? What its function? Why it's formulated? നമുക്കതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. That is, toxic assets can be removed from bank's book and transferred to bad bank, which has the sole purpose of aiding the recovery of risky assets. ഓക്കെ, ഈ ഡെഫിനിഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ദ പ്രൈമറി ഗോൾ ഓർ ദ ബേസിക് പർപ്പസ് ഓർ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ബാഡ് ബാങ്ക്. ഇവിടെ ബാഡ് ബാങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പബ്ലിക് സെക്ടർ അസറ്റ് റീഹാബിലിറ്റേഷൻ ഏജൻസിയാണ് കേട്ടോ. അതിൻ്റെ ഒരു ഗോൾ ഓർ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടു റിലീവ് ദ ബേർഡൻ ഓൺ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ബേർഡൻ എങ്ങനെയാണ് റിലീവ് ചെയ്യുന്നത്? ബൈ പർച്ചേസിങ് ദെയർ ബാഡ് ലോൺസ് ആൻഡ് റിമൂവിങ് ദെം ഫ്രം ദെയർ ബാലൻസ് ഷീറ്റ്. ആ ബാങ്കിൻ്റെ ബാഡ് ലോൺസ് ഇവർ പർച്ചേസ് ചെയ്യുന്നു ആൻഡ് അത് ആ ബാഡ് ലോൺസ് ബാലൻസ് ഷീറ്റിൽ നിന്ന് റിമൂവ് ചെയ്യുകയും ചെയ്തിട്ടാണ് എന്നാണ് പറയുന്നത്. സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മേ ബി നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും, വാട്ട് ഈസ് ബാഡ് ലോൺസ്. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞു ബാഡ് ലോൺസ് റിമൂവ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ ഡെഫിനിഷനിൽ കണ്ടു ടോക്സിക് അസറ്റ്സ് ക്യാൻ ബി റിമൂവ്ഡ്. ഇനിയും വരും കുറച്ച് ടെർമിനോളജീസ് ആൻഡ് ടേംസ്. അത് സ്ട്രെസ്ഡ് അസറ്റ്സ്, NPA, നോൺ പെർഫോമിംഗ് അസറ്റ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സോ നമുക്കൊന്ന് നോക്കാം എന്താണ് ഈ നോൺ പെർഫോമിംഗ് അസറ്റ്സ്. സോ ബിഫോർ ഡിസ്കസിങ് വാട്ട് ഈസ് NPA, ലെറ്റ് മീ ആസ്ക് വൺ ക്വസ്റ്റ്യൻ. ദറ്റ് ഈസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ബാങ്ക്. ബാങ്കിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ വാട്ട് ഈസ് എൻ അസറ്റ്? ബാങ്കിന് എന്താണ് അസറ്റ്? ഡെപ്പോസിറ്റ് ഓർ ലോൺ? ബാങ്കിന് അസറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുത്ത ലോൺസ് ആണ്. ബിക്കോസ് ഇൻകം ജനറേഷൻ ഇൻ ദ ഫോം ഓഫ് ഇൻട്രസ്റ്റ് അത് തരുന്നത് ബാങ്ക് ലെൻഡ് ചെയ്തിട്ടുള്ള ലോണാണ് അല്ലേ. ഡെപ്പോസിറ്റ് ഈസ് ദെയർ ലയബിലിറ്റി. അപ്പോൾ ബാങ്കിന് അസറ്റ് ലോണാണെന്ന് മനസ്സിലായി. ദെൻ വാട്ട് ഈസ് NPA? അപ്പോൾ നോൺ പെർഫോമിംഗ് അസറ്റ് ആണ് NPA എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ടൊരു ക്വസ്റ്റ്യൻ, എന്താണ് പെർഫോമിംഗ് അസറ്റ്? പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബാങ്ക് ലെൻഡ് ചെയ്ത ലോണിൽ പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻട്രസ്റ്റും റെഗുലറായിട്ട് കറക്റ്റ് ഇൻ്റർവെല്ലിൽ പ്രോപ്പറായിട്ട് റീപേയ്മെൻറ്റ് കിട്ടുന്നതാണ് പെർഫോമിംഗ് അസറ്റ്. പെർഫോം ചെയ്യുന്ന അസറ്റാണ്. ദെൻ വാട്ട് വുഡ് ബി നോൺ പെർഫോമിംഗ് അസറ്റ്? പെർഫോം ചെയ്യാത്ത അസറ്റ്, അതായത് ബാങ്ക് കൊടുത്ത ലോണുമ്പോൾ നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും കിട്ടുന്നില്ല. സോ അങ്ങനെയാണെങ്കിൽ അത് NPA ആയിട്ട്, നോൺ പെർഫോമിംഗ് അസറ്റായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. NPAയുടെ ക്ലാസിഫിക്കേഷൻ ഒന്ന് നോക്കി വയ്ക്കുക. സ്റ്റാൻഡേർഡ് അസറ്റ്, സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ് ആൻഡ് ലോസ് അസറ്റ്. ജസ്റ്റ് സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. സോ നമ്മുടെ ടോപ്പിക് പർപ്പസ് പബ്ലിക് സെക്ടർ അസറ്റ് റീഹാബിലിറ്റേഷൻ ഏജൻസിയെ കുറിച്ചാണ്. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് NPA ആണ്. സോ ഐ എം കമ്മിങ് ടു ദ പോയിൻറ്റ്. അതിലേക്ക് കൊണ്ടുവരാനാണ് NPA ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ എന്താണ് ഈ NPAയുടെ പ്രോബ്ലം? NPA ഹൈക്ക് വന്നാൽ എന്താണ് പ്രോബ്ലം? What is the issue with the Indian economy? Or what's the issue with the Indian banking sector or Indian financial sector? നമുക്ക് നോക്കാം. ഈ NPAയുടെ കേസ് തന്നെ ഞാൻ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാണ്. അതായത് സപ്പോസ് മിസ്റ്റർ A ഒരു ബാങ്കിൽ നിന്ന് ഒരു 1 crore ലോൺ ഡിമാൻഡ് ചെയ്തു. ബാങ്ക് അത് സാങ്ഷൻ ചെയ്തു. സാധാരണയായിട്ട് EMI അടയ്ക്കേണ്ടി വരും. പക്ഷേ ആഫ്റ്റർ 90 days ഇയാളൊന്നും അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ടോ ഇൻട്രസ്റ്റോ ഒന്നും പേ ചെയ്യുന്നില്ല. ഇപ്പോൾ 90 days കഴിഞ്ഞിട്ടും ഒരു റീപേയ്മെൻറ്റും കിട്ടാതെ വന്നപ്പോൾ ബാങ്ക് അതിനെ NPA ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ NPA എന്താണ്? അസറ്റാണ്, ബട്ട് നോട്ട് പെർഫോമിംഗ് അല്ലേ. ഇറ്റ്സ് നോട്ട് ജനറേറ്റിംഗ് എനി പ്രോഫിറ്റ്. സോ NPA ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. സോ ഈ NPA ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ശരിക്കും ബാങ്കിന് റിക്കവർ ചെയ്യാം. എങ്ങനെയാണ് അത് റിക്കവർ ചെയ്യുന്നത്? അതായത് ഈ മിസ്റ്റർ A സപ്പോസ് അയാളുടെ പ്രോപ്പർട്ടി ബാങ്കിന് സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ആ പ്രോപ്പർട്ടി ഈ ബാങ്കിന് സെയിൽ ചെയ്യാം, എന്നിട്ട് ക്യാഷ് റിയലൈസ് ചെയ്യാം. ബട്ട് ഇഫ് ദ പ്രോപ്പർട്ടി ഈസ് ഡാമേജ്, അപ്പോൾ ഈ ഒരു സെയിൽ എന്ന് പറയുന്നത് സെയിൽ വുഡ് ബി ഡിഫിക്കൽട്ട്. പല റീസൺസ് കൊണ്ടും സെയിൽ ചിലപ്പോൾ നടക്കാതെ വരാം. അങ്ങനെ ഇഫ് ദ ബാങ്ക് വുഡിൻ സെൽ ദാറ്റ് പ്രോപ്പർട്ടി, ദേ ക്യാൻ ആസ്ക് ഓർ ദേ ക്യാൻ സീക്ക് ദ ഹെൽപ്പ് ഫ്രം ARC, അതായത് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി. അവരിതിൽ എക്സ്പേർട്ടാണ്. അപ്പോൾ സാധാരണയായിട്ട് ആർക്കിൽ നിന്ന്, അതായത് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഹെൽപ്പാണ് ബാങ്ക് ഈ കേസിലെടുക്കുക. അപ്പോൾ ഈ ആർക്ക് ഒരു ബാഡ് ബാങ്ക് കോൺസെപ്റ്റ് തന്നെയാണ്.
അപ്പോൾ ഇത്തരം കേസിൽ ബാങ്കിന് ഈ പ്രോപ്പർട്ടി കറക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഈ ബാഡ് ലോൺസിൻ്റെ കേസിൽ NPAയുടെ കേസിൽ ഇതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പേർട്ടാണ് ആർക്ക്. However, ARC have failed to do its role of acquiring these assets. ARC പലപ്പോഴും ഫെയിൽ ആവേണ്ടി വന്നു. That's why Economic Survey 2017 suggested Public Sector Asset Rehabilitation Agency or PARA to buy out the NPAs of high value from Indian banks. So in this context, the Indian Banks Association have refloated an old idea of creating a bad bank. So bad bank is nothing but the Public Sector Asset Rehabilitation Agency. Okay. സോ ആർക്ക് പലപ്പോഴും ഫെയിലായപ്പോഴാണ് അവരുടെ ആ ഒരു മിഷൻ, അവരുടെ റോള് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആർക്ക് ഇസ് ഫെയിലിംഗ് ആൻഡ് NPA ഈസ് ഇൻക്രീസിങ് എവറി ഇയർ. ആ സിറ്റുവേഷനിലാണ് എക്കണോമിക് സർവേ ഈ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി പ്രപ്പോസ് ചെയ്യുന്നത് അണ്ടർ ദ പബ്ലിക് സെക്ടർ. നോട്ട് ദ പോയിന്റ്, അണ്ടർ ദ പബ്ലിക് സെക്ടർ ആണ്. ഇറ്റ് വിൽ ബി അണ്ടർ ദ പബ്ലിക് സെക്ടർ. It will take over the bad loans from banks, especially from the public sector. Okay, it will not be a private firm. More government control, more government stake. But recent news is that the government is not interested to set up PARA. But you need to understand this topic very clear in examination point of view. Okay. So we have discussed multiple things, that is NPA, stressed asset, toxic assets, PARA. So stressed assets and its governance problem, that is ultimately lead to the introduction of PARA. നമുക്ക് പറയാൻ പറ്റും, അതായത് ഈ ഒരു സ്ട്രെസ്ഡ് അസറ്റ് അല്ലെങ്കിൽ NPA എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് ഇത്രയും ബാങ്കിങ് സെക്ടറിന് ഇത്രയും വലിയൊരു പ്രോബ്ലം ആകുന്നത്, ഈ ബാഡ് ലോൺ പ്രോബ്ലം. ഓക്കെ, ബാഡ് ലോൺ പ്രോബ്ലം എന്ന് പറഞ്ഞപ്പോൾ നോൺ റിക്കവറബിൾ ലോൺസ് ആണ്. സോ ആദ്യം ഈ ബാങ്ക്സിന് ഈ ലോൺസ് റീസ്ട്രക്ചർ ചെയ്യാൻ അലൗ ചെയ്തിരുന്നു. അതായത് ഒരു 5 year ലോണാണ്, അത് NPA ആയി കഴിഞ്ഞാൽ നമുക്ക് റീസ്ട്രക്ചറിങ് ഓഫ് ലോൺ പോസിബിൾ ആയിരുന്നു. അത് 5 year ലോൺ 7 year ആക്കും അല്ലെങ്കിൽ 8 year ആക്കും. സോ ദ എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് വിൽ കം ഡൗൺ ആൻഡ് ദ പേഴ്സൺ ഏബിൾ ടു റീപേ. somebody has taken a loan for 5 years, അത് 7 or 8 years ആകുമ്പോൾ ആ എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് കുറച്ച് കൊടുക്കുകയാണ്, അപ്പോൾ അയാൾക്ക് റീപേ ചെയ്യാൻ പറ്റും. അതിനെയാണ് റീസ്ട്രക്ചറിങ് ഓഫ് ലോൺസ് എന്ന് പറയാം. അതിനെ ബാങ്കിന് അലൗ ചെയ്തിരുന്നു. അതുപോലെ അസറ്റ് ക്വാളിറ്റി റിവ്യൂസ് ഉണ്ടായിരുന്നു. അസറ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ബാങ്കിൻ്റെ അസറ്റ് ഇപ്പോൾ ലോൺസ് ആണ്. അപ്പോൾ ലോണിൻ്റെ ക്വാളിറ്റി, അതായത് ക്വാളിറ്റി ഓഫ് ലോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിക്കവറബിലിറ്റിയാണ്. നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുമ്പോൾ അത് റിക്കവറബിൾ അല്ലാതെ ആയിപ്പോവാണ്. ഇതിനോട് റിലേറ്റ് ചെയ്തുകൊണ്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ് twin balance sheet syndrome. It's also called dual balance sheet problem. It means strain on banks' balance sheet caused by NPAs. That means banks are under severe stress due to high levels of NPA. That is, twin balance sheet problem refers to the deteriorating balance sheet of corporate and banks at the same time. That means what? Balance sheet of bank as well as balance sheet of a corporate, both balance sheet are being spoiled. Suppose suppose a corporate loan എടുത്തിട്ടുണ്ട് ബാങ്കിൽ നിന്ന്, and this corporate is not functioning well, not generating sufficient profit, so they can't repay their debt. Highly leveraged corporate ആയി നിൽക്കുകയാണ്. So obviously their balance sheet will not be in a healthy position. കറക്റ്റായിട്ട് നല്ല ബാലൻസ് ഷീറ്റ് ആയിരിക്കില്ലല്ലോ അത് റിഫ്ലക്റ്റ് ചെയ്യുക. അവരുടെ ഫൈനാൻഷ്യൽ ഹെൽത്ത് ഒരു ഡിറ്റീരിയോറേറ്റിംഗ് ക്വാളിറ്റി ആയിരിക്കും അവരുടെ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ എടുത്താൽ അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് തന്നെയല്ലേ ബാങ്കിലും കാണിക്കുക. അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് ഫണ്ട് അല്ലെങ്കിൽ ഡെറ്റ് റീപേ ചെയ്യാൻ പറ്റിയില്ല. അതപ്പോൾ ബാങ്കിന് അതൊരു NPA ആണ്. ദെയർ NPA ഈസ് ഇൻക്രീസിങ്. ഓക്കെ, അതായത് ബാങ്കിൻ്റെയും കോർപ്പറേറ്റ്സിൻ്റെയും സെയിം ടൈമിൽ തന്നെ അവരുടെ ബാലൻസ് ഷീറ്റിൻ്റെ ക്വാളിറ്റി ഡിറ്റീരിയോറേറ്റ് ചെയ്ത് വരുന്ന ഒരു പ്രോബ്ലം. സോ ദിസ് ഇഷ്യൂ occurs when poor corporates balance sheet force them to default on their loans, resulting on high non-performing assets for banks. Okay. സോ ഇതിൻ്റെ ക്രക്സ് ഇത്രയേ ഉള്ളൂ. ബിഗ് കോർപ്പറേറ്റ്സ് യാ പുവർ കോർപ്പറേറ്റ്സ് ഒരു ലോൺ എടുത്തു, അത് ദേ കാണ്ട് റീപേ. സോ അങ്ങനെ വരുമ്പോൾ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ ഓർ ബാലൻസ് ഷീറ്റ് വിൽ ഷോ എ പുവർ ഫൈനാൻഷ്യൽ പൊസിഷൻ, റൈറ്റ്? ദാറ്റ് വിൽ അൾട്ടിമേറ്റ്ലി റിസൾട്ട് ഇൻ ഇൻക്രീസ് ഇൻ NPA in the context of bank. Why we are speaking in the context of ബാങ്കിൻ്റെ NPA ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. സോ ഓഫ് കോഴ്സ് അവരുടെ ബാലൻസ് ഷീറ്റും ഒരു പുവർ ഫൈനാൻഷ്യൽ പൊസിഷൻ ആയിരിക്കും കാണിക്കുക. സോ ബോത്ത് ബാലൻസ് ഷീറ്റ് ഓഫ് കോർപ്പറേറ്റ് ആൻഡ് ബാങ്ക്സ് ആർ ഷോയിങ് എ ഡിറ്റീരിയോറേറ്റിംഗ് ക്വാളിറ്റി.
ആ സിൻഡ്രോം അല്ലെങ്കിൽ ആ ഇഷ്യൂ ആണ് നമ്മൾ TBS, ദാറ്റ് ഈസ് ട്വിൻ ബാലൻസ് ഷീറ്റ് സിൻഡ്രോം ഓർ ഡ്യുവൽ ബാലൻസ് ഷീറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു ഒരു ആർക്ക്, ദാറ്റ് ഈസ് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയെക്കുറിച്ച്. അപ്പോൾ അത് പ്രൈവറ്റ് ആർക്കാണ്. അപ്പോൾ ഇത്തരം പ്രോബ്ലംസ് ഒക്കെ ഈ ആർക്ക് സോൾവ് ചെയ്യുന്നതാണ് വിചാരിച്ചിരുന്നത്, ബൈ ടേക്കിംഗ് കൺട്രോൾ ഓൺ ദ മാനേജ്മെൻറ്റ് ഓഫ് ദ പുവർ ഫേം ആൻഡ് കൺവേർട്ടിംഗ് ബാഡ് ലോൺസ് ഇൻ ടു ഇക്വിറ്റി. ബട്ട് ഇറ്റ് ഈസ് വെരി വെരി ഡിഫിക്കൽട്ട് പ്രോസസ്, അതായത് ഈ ആർക്കിന് തന്നെ ഒരു പുവർ ഫിനാൻഷ്യൽ ഹെൽത്താണ്, അവർക്കത് ചെയ്യാനായിട്ട് പറ്റിയില്ല. സോ സ്റ്റിൽ ദ പ്രോബ്ലം കണ്ടിന്യൂസ്. സോ അവിടെയാണ് സ്ട്രെസ്ഡ് അസറ്റ് വരുന്നത്. സോ സ്ട്രെസ്ഡ് അസറ്റ് മീൻസ് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് NPA, റീസ്ട്രക്ചർഡ് ലോൺസ് ആൻഡ് റിട്ടേൺ ഓഫ് അസറ്റ്. നമ്മൾ NPA ഡിസ്കസ് ചെയ്തു, റീസ്ട്രക്ചർഡ് ലോൺ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അതായത് ബാങ്ക് അലൗ ചെയ്യുന്നു പറഞ്ഞു 5 ഇയർ ലോണിന് 7 ഇയേഴ്സ് 8 ഇയേഴ്സ് ആക്കി മാറ്റുന്നൊരു കാര്യം. ദെൻ റിട്ടേൺ ഓഫ് അസറ്റ്സ്. ഈ മൂന്നും കൂടിയൊരു കോമ്പിനേഷനാണ് സ്ട്രെസ്ഡ് അസറ്റ്. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ മൾട്ടിപ്പിൾ തിങ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഈ ഒരു കാര്യത്തിൽ. അതായത് NPA നിങ്ങൾക്കറിയാം, ഇപ്പോൾ എ ലോൺ whose interest and or principal has remained overdue for a period of 90 days is considered as NPA. അതുപോലെ തന്നെ റീസ്ട്രക്ചേർഡ് അസറ്റ് ഓർ റീസ്ട്രക്ചേർഡ് ലോൺ എന്താണ്? ഇറ്റ് ഈസ് ദ അസറ്റ് വിച്ച് ഗോട്ട് ആൻ എക്സ്റ്റെൻഡഡ് റീപേയ്മെൻറ്റ് പീരീഡ്, reduced interest rate or some combination of this nature. Okay, then return of asset എന്താണ്? റിട്ടേൺ ഓഫ് അസറ്റ്, റൈറ്റ് ഓഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ? യു ഡോണ്ട് വാണ്ട് ദാറ്റ് മണി ബാക്ക്. അതായത് ബിക്കോസ് ദ ബോറോവർ, ദാറ്റ് ഈസ് ദ പേഴ്സൺ ഈസ് നോട്ട് ഏബിൾ ടു പേ ബാക്ക്, ദിസ് പേഴ്സൺ ഈസ് നോട്ട് ഏബിൾ ടു ഗീവ് ബാക്ക് ദാറ്റ് മണി. സോ നമ്മുടെ ബാങ്ക് ഓർ ലെൻഡർ ഡസൻ കൗണ്ട് ദാറ്റ് മണി. ഓക്കെ, നമ്മളത് വേണ്ടാന്ന് വെച്ച് റൈറ്റ് ഓഫ് ചെയ്ത കാര്യമാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും, അതായത് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? NPA, റീസ്ട്രക്ചേർഡ് ലോൺസ്, റിട്ടേൺ ഓഫ് അസറ്റ്സ്. ഈ 3ൻ്റെയും ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ സ്ട്രെസ്ഡ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രെസ്ഡ് അസറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഗവേണൻസ്, അതിനോട് റിലേറ്റഡ് ആയിട്ടാണ് ഈ പാരാ ഇൻട്രൊഡക്ഷൻ വരുന്നത്. ഓക്കെ, ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് ലെവൽസ് ഓഫ് എക്സാമിനേഷന് ചോദിക്കാം. കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ഓഫ് ഹൈ NPA, നമുക്ക് ഈ റീസൺസ് ഒക്കെ പറയാവുന്നതാണ്. ഡൊമസ്റ്റിക് ആൻഡ് ഗ്ലോബൽ എക്കണോമിക് സ്ലോ ഡൗൺ ഒരു റീസണാണ്. അതുപോലെ ഡിലേസ് ഇൻ സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് അതർ അപ്രൂവൽ, സ്പെഷ്യലി ടു പ്രൊജക്ട്സ് അണ്ടർ ഇംപ്ലിമെൻറ്റേഷൻ. ദെൻ എഗ്രസീവ് ലെൻഡിങ് പ്രാക്ടീസസ്. ദെൻ ലാക്സിറ്റി ഇൻ ക്രെഡിറ്റ് റിസ്ക് അപ്രൂവൽ, അതായത് അവിടെ ലോൺ മോണിറ്ററിങ് കുറവാണ് ബാങ്കിൽ, എന്തെങ്കിലും റിസ്ക് സ്റ്റഡി നടത്തുന്നില്ല, ഒരു ക്രെഡിറ്റ് റിസ്ക് അപ്രൈസൽ നടത്തുന്നത് കുറവാണ്. അതുപോലെ തന്നെ വിൽഫുൾ ഡീഫോൾട്ട്, ലോൺ ഫ്രോഡ്സ് ആൻഡ് കറപ്ഷൻ. ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു NPAയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സാണെന്ന് നമുക്ക് പറയാം. ഈ ഹൈ NPA എങ്ങനെയാണ് ഇന്ത്യൻ എക്കോണമി അല്ലെങ്കിൽ ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ ഇന്ത്യൻ ബാങ്കിങ് സെക്ടറിൽ ഇത്രയും പ്രോബ്ലം ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്, ഇറ്റ് വിൽ ലീഡ്സ് ടു ലോ GDP ഗ്രോത്ത്. സോ അതിനൊരു വിഷ്യസ് സൈക്കിളുണ്ട്, അതൊന്ന് നോക്കുക. അതായത് ഇന്ത്യൻ ബാങ്ക്സിൽ ബാഡ് ലോൺസ് ഒരുപാട് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി എ ഡ്രെയിൻ ഓൺ ബാങ്ക്സ് പ്രോഫിറ്റ്. ബാങ്കിൻ്റെ പ്രോഫിറ്റ് കുറയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പബ്ലിക് സെക്ടർ ബാങ്ക്സ് കാൺ റേസ് ഇനഫ് ക്യാപിറ്റൽ. അവർ ക്യാപിറ്റൽ അധികം റേസ് ചെയ്യാൻ പറ്റത്തില്ല. ക്യാപിറ്റൽ അധികം റേസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, സോ ദേ കാൺ കോൺട്രിബ്യൂട്ട് ടു ദ ഗ്രോത്ത്. ഇഫ് യു കാൺ കോൺട്രിബ്യൂട്ട് ടു ദ ക്യാപിറ്റൽ, യു ആർ നോട്ട് ഏബിൾ ടു കോൺട്രിബ്യൂട്ട് ടുവാർഡ്സ് ഗ്രോത്ത്. സോ ദർ വിൽ ബി ലാക്ക് ഓഫ് ക്രെഡിറ്റ് ഗ്രോത്ത്. ലാക്ക് ഓഫ് ക്രെഡിറ്റ് ഗ്രോത്ത് പറയുമ്പോൾ അവിടെ ഫർദർ ലെൻഡിങ് അവിടെ പോസിബിൾ ആവുന്നില്ല. പീപ്പിൾ ആർ നോട്ട് ബോറോയിങ് മണി. ഇഫ് പീപ്പിൾ ആർ നോട്ട് ബോറോയിങ് മണി, ദേ ഡോണ്ട് ഹാവ് മോർ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ. അതിൻ്റെ മീനിങ് അൾട്ടിമേറ്റ്ലി അതിലേക്കല്ലേ ലീഡ് ചെയ്യുന്നത്. ദേ ഡോണ്ട് ഹാവ് മോർ ഇൻവെസ്റ്റ്മെൻറ്റ്, ദേ ഡോണ്ട് ഹാവ് മോർ പ്രൊജക്ട്സ്, ദേ ഡോണ്ട് ഹാവ് ഇൻഫ്രാസ്ട്രക്ചർ. സോ ഓൾ ദീസ് ലീഡ്സ് ടു ലോ ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ്, ദാറ്റ് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു നോ ഏർണിങ്സ്. സോ എ ലോ കോൺട്രിബ്യൂഷൻ ടുവാർഡ്സ് the economy and low GDP. Ultimately the result is low GDP. ഇപ്പോൾ മനസ്സിലായോ ആ NPAയുടെ ഒരു എഫക്റ്റ് വരുന്നത്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഐ ടുക്ക് എ ലോൺ, ഐ ഓപ്പൺ എ ഫാക്ടറി ആൻഡ് ഐ ഗീവ് എംപ്ലോയ്മെൻറ്റ് ടു 1000 people. Now these 1000 people earn because of me. So these 1000 people, whatever they earn is a contribution towards national income, right? Whatever I sell, I make profit out of it, I pay taxes to the government, so government income increases. So ultimately all these contributes towards GDP, right? So in order to reduce this kind of NPA problems, the concept was pioneered. Which concept? PARA, that is Public Sector Asset Rehabilitation Agency. Okay, but this concept was pioneered at Pittsburgh headquartered Milan Bank in 1988. So this concept was not a new concept. Okay, this concept was applied in
previous banking crises in Sweden, France, and Germany. So it would rehabilitate all the bad assets of a particular bank. So, how this para works? It is highly based on the principle of ARC. That is, para buys bad loans from company or banks at a discount and tries to recover the money from the defaulter. Bad bank specializes in loan recovery. Okay, it is expected to perform better than commercial banks who are expertise in lending. Now, I hope you clearly understood what we have discussed as a starting point of this video. നമ്മളവിടെ ബാഡ് ബാങ്കിനൊരു ഡെഫിനേഷൻ പറഞ്ഞിരുന്നു. ബാഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പാര, ദാറ്റ് ഈസ് പബ്ലിക് സെക്ടർ അസറ്റ് റീഹാബിലിറ്റേഷൻ ഏജൻസിയാണ്. അതിൻ്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് റിലീവ് ദ ബർഡൻ ഓൺ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ബൈ പർച്ചേസിങ് ദെയർ ബാഡ് ലോൺസ് ആൻഡ് റിമൂവിങ് ദെം ഫ്രം ദെയർ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അതിൻ്റെ മീനിങ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. We have discussed many things like NPA, stressed asset, toxic asset, restructuring of loans, TBS, that is twin balance sheet problem, PARA, that is Public Sector Asset Rehabilitation Agency, ARC, that is Asset Reconstruction Company, then bad bank. All these terms or terminologies are very significant in examination point of view. Okay, hope you find it useful. If you like this video, do share it, do subscribe my channel, and do not forget to hit the bell icon so that you get notified whenever I upload such content. Thank you for watching. See you soon. Take